രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ അവസാനവട്ട പ്രചരണത്തിലേക്ക് കടന്ന രാഷ്ട്രീയ പാർട്ടികൾ വ്യാഴാഴ്ചയാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ്. പരസ്യ പ്രചാരണത്തിന് ഇനി ബാക്കിയുള്ളത് 2 നാളുകൾ മാത്രം. 12 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലുമായി 97 സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പാണ് 18-ന് നടക്കുക. കനിമൊഴി, ദയാനിധിമാരൻ, പ്രകാശ് രാജ്, ഹേമമാലിനി, സു വെങ്കടേശൻ ഉൾപ്പെടെ നിരവധി പ്രമുഖരാണ് രണ്ടാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. തമിഴ്നാട്ടിലെ 39 ലോക്സഭാ മണ്ഡലങ്ങളും കർണാടകയിൽ 28 മണ്ഡലങ്ങളിൽ 14 മണ്ഡലങ്ങളും ഉൾപ്പെടെ 97 മണ്ഡലങ്ങളിലാണ് വ്യാഴാഴ്ച വോട്ടെടുപ്പ് നടക്കുക. ഇതിനു പുറമെ ഉത്തർപ്രദേശിലെ 8 മണ്ഡലങ്ങളും മഹാരാഷ്ട്രയിലെ 10 മണ്ഡലങ്ങളും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കും. പരസ്യപ്രചാരണം അവസാനിക്കാൻ 2 ദിവസം ബാക്കി നിൽക്കെ ബിജെപിയും പ്രതിപക്ഷ പാർട്ടികളും പ്രചാരണം ശക്തമാക്കി. തമിഴ്നാട്ടിൽ 30 മുതൽ 33 സീറ്റ് വരെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് DMK. അതേസമയം 2014-ൽ 37 സീറ്റുകളും ലഭിച്ച AIDMKയ്ക്ക് കനത്ത തിരിച്ചടി ലഭിക്കുമെന്നാണ് വിലയിരുത്തലുകൾ. ജയലളിതയും കരുണാനിധിയും ഇല്ലാത്ത തെരഞ്ഞെടുപ്പെന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. DMKയ്ക്ക് വേണ്ടി കനിമൊഴി ഉൾപ്പെടെയുള്ള പ്രമുഖർ ജനവിധി തേടുന്നു. കനിമൊഴി തൂത്തുക്കുടിയിൽ നിന്നും, ദയാനിധിമാരൻ, A. രാജ എന്നിവർ ചെന്നൈ സെൻട്രൽ, നീലഗിരി എന്നിവിടങ്ങളിൽ നിന്നുമാണ് ജനവിധി തേടുക. CPIM സ്ഥാനാർത്ഥിയായ സു വെങ്കടേശൻ മധുരയിൽ നിന്നും ജനവിധി തേടും. CPIM-ന് ഏറെ വിജയപ്രതീക്ഷയുള്ള സ്ഥാനാർത്ഥിയാണ് സു വെങ്കടേശൻ. അതേസമയം കർണാടക ശക്തമായ പോരാട്ടത്തിനാകും സാക്ഷിയാകുക. കോൺഗ്രസ് JDS സഖ്യം BJPക്ക് ഉയർത്തുന്നത് കനത്ത വെല്ലുവിളിയാണ്. BJPക്ക് വേണ്ടി നളിൻ കുമാർ കട്ടീൽ, ദേവഗൌഡ എന്നിവർ ജനവിധി തേടുന്നുണ്ട്. മാണ്ഡ്യയിൽ നിന്ന് സുമലത BJP സ്വതന്ത്രയായാണ് മത്സരിക്കുക. സുമലതയ്ക്കെതിരെ മത്സരിക്കുന്നത് മുഖ്യമന്ത്രി കുമാരസ്വാമിയുടെ മകനാണ്. ഇതോടെ മാണ്ഡ്യയിലെ പോരാട്ടവും ശക്തമായി കഴിഞ്ഞു. JDS-ഉം കോൺഗ്രസും തർക്കങ്ങൾക്കൊടുവിൽ അവസാന നിമിഷമാണ് സഖ്യത്തിലായതെങ്കിലും മികച്ച വിജയം കാഴ്ചവെക്കാനാകുമെന്ന പ്രതീക്ഷയാണ് കുമാരസ്വാമിയും പങ്കുവയ്ക്കുന്നത്. അതിനിടെ കർണാടകയിൽ പ്രചാരണത്തിനെത്തിയ പ്രധാനമന്ത്രി മോദിയുടെ ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്ന പെട്ടിയുടെ ദുരൂഹതയും ചർച്ചയായിട്ടുണ്ട്. നടൻ പ്രകാശ് രാജും ജനവിധി തേടുന്ന പ്രമുഖരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. അമേഠിയിലെ കർഷക ദുരിതങ്ങൾ പരിഹരിക്കുന്നതിൽ സമ്പൂർണ്ണ പരാജയമായിരുന്നു MP രാഹുൽ ഗാന്ധി. കർഷകർക്കായി ഒരു പദ്ധതിയെങ്കിലും കൊണ്ടുവന്നതിന്റെയോ നടപ്പിലാക്കിയതിന്റെയോ കണക്ക് പറയാനില്ല രാഹുലിന്. കൊയ്ത്തുകാലമായിട്ടും ഭേദപ്പെട്ട താങ്ങുവില പോലും ലഭിക്കാതെ ദുരിതത്തിലാണ് കർഷകർ. അമേഠിയിലെ ഗോതമ്പ് പാടങ്ങളിൽ കൊയ്ത്തുകാലത്തിന്റെ ആവേശമൊന്നുമില്ല. എത്ര കൊയ്തെടുത്താലും ദുരിതങ്ങളുടെ വരമ്പത്ത് തളയ്ക്കപ്പെട്ടിരിക്കുന്നു ഈ കർഷകർ. കൊയ്ത്തുകാലം തുടങ്ങിയതോടെ 20 രൂപയുണ്ടായിരുന്ന ഗോതമ്പിന്റെ വില ഇടിഞ്ഞ് 15 രൂപയെത്തി. ഇനിയും വില താഴാനാണ് സാധ്യത. എന്നാൽ താങ്ങുവില ഉറപ്പാക്കാൻ ഒരു ചെറുവിരലനക്കം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. ഒരു ചോദ്യം പോലും സഭയിൽ രാഹുൽ 5 വർഷത്തിനിടയിൽ കർഷകർക്ക് വേണ്ടി ഉരിയാടിയില്ല. 5 വർഷത്തിനിടെ 18ഓളം രീതിയിൽ MP ഫണ്ട് വിനിയോഗിച്ചുവെന്ന് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് പറയുന്നു. എന്നാൽ ഇതിൽ ഒരിടത്ത് പോലും കർഷകർക്ക് ഗുണം ലഭിക്കുന്ന എന്തെങ്കിലും ചെയ്തതിന്റെ തെളിവുകളില്ല. अरे गेहूं का दाम तो अभी तो 1500 रुपया लेते हैं क्विंटल में, किलो 1500 रुपया क्विंटल. 2000 മുതൽ 2014 വരെ രാഹുൽ ചെയ്തതെന്ന് പറഞ്ഞ് കോൺഗ്രസ് പരസ്യപ്പെടുത്തിയ വൻ നേട്ടങ്ങളുടെ പട്ടികയാണിത്. ഇതിൽ ഒരിടത്തും കർഷകന് വേണ്ടി എന്തെങ്കിലും ചെയ്തതായി കാണാനാകില്ല. ഇന്നും പരമ്പരാഗത കൃഷി രീതി അവലംബിക്കുന്ന ഇവിടെ ഒരു കൃഷി വിജ്ഞാന കേന്ദ്രം പോലുമില്ല. ഇതിനായി ആരും ഇടപെട്ടതുമില്ല. സബ്സിഡി ഇല്ലാതെയാണ് കർഷകർക്ക് വളം ലഭിക്കുന്നത്. കാർഷിക വിഷയങ്ങൾ പരിഹരിക്കുന്നതിൽ രാഹുൽ പൂർണ്ണ പരാജയമാണെന്ന ക്യാമ്പയിൻ BJP ശക്തമാക്കുന്നതും രാഹുലിന് കൃത്യമായ ഉത്തരം നൽകാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ. ക്യാമറാമാൻ അതുൽ CS-നൊപ്പം ശരത് K. ശശി. ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നതിലൂടെ കോർപ്പറേറ്റുകളുടെ താൽപര്യം സംരക്ഷിക്കുമെന്ന സന്ദേശമാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും നൽകുന്നതെന്ന് ഓൾ ഇന്ത്യ കിസാൻ സഭ ദേശീയ പ്രസിഡന്റ് അശോക് ധാവ്ലെ. കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെ പാർലമെന്റിലും പുറത്തും ശക്തമായ പോരാട്ടം ഇടതുപക്ഷം നടത്തുകയാണ്. അത് ശക്തിപ്പെടുത്തുകയാണെന്നും അദ്ദേഹം വയനാട്ടിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2004-ൽ UPA സർക്കാർ അധികാരത്തിലേറിയപ്പോൾ ഇടതുപക്ഷം നൽകിയ പിന്തുണ കോർപ്പറേറ്റുകൾക്ക് തിരിച്ചടിയായി. അന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കവുമായി UPAക്ക് മുന്നോട്ടു പോകാൻ കഴിയാതിരുന്നത് ഇടത് സമ്മർദ്ദം കൊണ്ടായിരുന്നു. കൂടാതെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുവാനും വനാവകാശ സംരക്ഷണ നിയമം കൊണ്ടുവരാനും കഴിഞ്ഞു. ഇതൊന്നും കോർപ്പറേറ്റുകൾക്ക് ഗുണകരമായിരുന്നില്ല. ഈ നയങ്ങൾ സ്വീകരിച്ച ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കാനാണ് രാഹുൽ ഗാന്ധി വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. That is the Congress message which they want to give to the whole corporate India. We are also fighting the left. And we want to marginalize the left in India. That is the clear message this one single act of the Congress president has conveyed. And I am sure
that the people of Kerala will understand this message and will elect LDF candidates with huge majorities in every single one of the 20 Lok Sabha seats. കോൺഗ്രസിന്റെയും ബിജെപിയുടെയും പ്രകടന പത്രികകളിൽ സ്വാമിനാഥൻ കമ്മീഷൻ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഓരോ വിളയ്ക്കും 50% അധികരിച്ച മിനിമം താങ്ങുവില നൽകാനുള്ള നടപടിയും കോൺഗ്രസും ബിജെപിയും മുന്നോട്ട് വെക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഓൾ ഇന്ത്യ കിസാൻ സഭ ജോയിന്റ് സെക്രട്ടറി വിജു കൃഷ്ണൻ, ഫിനാൻസ് സെക്രട്ടറി പി കൃഷ്ണപ്രസാദ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വയനാട്. വയനാട്ടിൽ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ബ്രഹ്മഗിരി മാംസ സംസ്കരണ ഫാക്ടറി അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ നേതാക്കളായ അശോക് ധാവളയും വിജു കൃഷ്ണനും സന്ദർശിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജില്ലയിലെത്തിയതായിരുന്നു ഇരുവരും. വയനാട് ബത്തേരി മലവയലിൽ പ്രവർത്തിക്കുന്ന ബ്രഹ്മഗിരി മാംസ സംസ്കരണ ഫാക്ടറിയിലാണ് ചെയർമാൻ പി കൃഷ്ണപ്രസാദിനൊപ്പം ദേശീയ നേതാക്കൾ എത്തിയത്. ബ്രഹ്മഗിരി പോലുള്ള കർഷക സംരംഭങ്ങളാണ് കുത്തകകൾക്കെതിരെ ബദലായി രാജ്യത്ത് ഉയർന്നു വരേണ്ടതെന്ന് അശോക് ധാവളെ പറഞ്ഞു. ബ്രഹ്മഗിരി രാജ്യത്തിനാകെ മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു. I think that there should be a big wide replication of this in not only all over Kerala but all over the country, because that is the actual cooperatives is the way in which everybody comes together, each one gets the benefit also, and also the people get the benefit of this. So I think this is a very important experiment. Here it is being run, of course, very excellently with the total cooperation of everybody, and that kind of a democratic cooperative is really the need of the hour as a counter to this whole neoliberal policies which the government is following. And I think this can be a very good solution in the long run for production, distribution, etc., and for many other things. ഫാക്ടറിയുടെ പ്രവർത്തനങ്ങളും ഉൽപ്പന്നങ്ങളുമെല്ലാം നേരിൽ കണ്ടും നടപ്പാക്കാൻ പോകുന്ന പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിയും പിന്തുണ പ്രഖ്യാപിച്ചുമാണ് ദേശീയ നേതാക്കൾ മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, വയനാട്. കർണാടകയിൽ പ്രചരണത്തിനെത്തിയ നരേന്ദ്രമോദിയുടെ ഹെലികോപ്റ്ററിൽ ദുരൂഹമായി പെട്ടികൾ. ചിത്രദുർഗയിൽ മോദി ഇറങ്ങിയതിനു പിന്നാലെ ഹെലികോപ്റ്ററിൽ നിന്നും പെട്ടികൾ സമീപത്തെ സ്വകാര്യ വാഹനത്തിലേക്ക് കയറ്റിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തിൽ ഉൾപ്പെടാത്ത വണ്ടിയിൽ കൊണ്ടുപോയ പെട്ടിക്കുള്ളിൽ എന്തായിരുന്നു എന്ന ചോദ്യവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. കേരളത്തിൽ ഇന്നലെ പ്രചാരണം നടത്തിയ മോദി ഇന്ന് ദക്ഷിണ കർണാടകയിലെ വിവിധ പ്രദേശങ്ങളിൽ പ്രചാരണത്തിനെത്തിയപ്പോഴുള്ള ദൃശ്യങ്ങളാണ് വൻ രാഷ്ട്രീയ വിവാദത്തിന് വഴിതെളിച്ചിരിക്കുന്നത്. ചിത്രദുർഗ ഹെലിപ്പാഡിൽ വന്നിറങ്ങിയ മോദി പ്രചാരണ സ്ഥലത്തേക്ക് പോയതിനു പിന്നാലെ അദ്ദേഹം വന്ന ഹെലികോപ്റ്ററിൽ നിന്ന് 2-3 പേർ ഒരു വലിയ പെട്ടി താങ്ങി പുറത്തേക്കെടുക്കുന്ന ദൃശ്യങ്ങൾ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ പുറത്തുവിട്ടു. ധൃതി പിടിച്ച് പെട്ടി അടുത്തുണ്ടായിരുന്ന സ്വകാര്യ ഇന്നോവയിലേക്ക് മാറ്റി. വാഹനമുടൻ അവിടെ നിന്നും ഓടിച്ചുപോയി. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹത്തിൽ ഉൾപ്പെടാത്തതാണ് ഈ വണ്ടി. കർണാടകയിലെ ജനതാദൾ സെക്യുലർ ഔദ്യോഗിക ട്വിറ്ററിൽ ദൃശ്യങ്ങൾ ട്വീറ്റ് ചെയ്തു. മുഖ്യമന്ത്രിമാരുടെ വാഹനങ്ങൾ പോലും പരിശോധിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത് എന്താണെന്ന് പരിശോധിക്കണമെന്ന് ജനതാദൾ ആവശ്യപ്പെട്ടു. പെട്ടിക്കുള്ളിൽ പണമായിരുന്നോ, ക്രമക്കേട് വരുത്തിയ EVMകളായിരുന്നോ എന്ന ചോദ്യവുമായി കർണാടകയിലെ കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തി. മോദിയുടെ സ്വകാര്യ സാധനങ്ങൾ ആയിരുന്നുവെന്നാണ് BJP നേതാക്കളുടെ വാദം. എന്നാൽ സുരക്ഷാ ഉപകരണങ്ങളടക്കം വാഹനങ്ങൾ പോലും നേരത്തെ എത്തിച്ച ശേഷമാണ് പ്രധാനമന്ത്രിയെ ഒരു സ്ഥലത്തെത്തിക്കുക. അല്ലാതെ പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്ററിൽ സുരക്ഷാ ഉപകരണങ്ങൾ കൊണ്ടുപോകാറില്ല. അതുകൊണ്ട് തന്നെ ഹെലികോപ്റ്ററിൽ നിന്നിറക്കിയ കറുത്ത പെട്ടി വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. അന്തരിച്ച മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ബാബു പോളിന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് കുറുപ്പുംപടി യാക്കോബായ പള്ളിയിൽ നടക്കും. എഴുത്തുകാരനും പ്രഭാഷകനുമായി തിളങ്ങിയ ബാബു പോൾ ഹൃദ്രോഗത്തെ തുടർന്നാണ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ശനിയാഴ്ച പുലർച്ചെ അന്തരിച്ചത്. ആശുപത്രിയിലും തിരുവനന്തപുരത്തും പൊതുദർശനത്തിന് വെച്ച പുന്നൻ റോഡിലെ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ പള്ളിയിലും രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയിരുന്നു. അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി വിരമിച്ച അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഓംബുഡ്സ്മാനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അന്തരിച്ച മുൻ ചീഫ് സെക്രട്ടറി ബാബു പോളിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ മുഖ്യമന്ത്രി എത്തി. കവടിയാറിലെ വസതിയിലെത്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്തിമോപചാരം അർപ്പിച്ചത്. സഹൃദയനായ ബാബു പോളുമായി തനിക്കുണ്ടായിരുന്ന ആത്മബന്ധത്തിന്റെ ആഴം വെളിവാകുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. വിവിധ പ്രശ്നങ്ങളിൽ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ ലഭിക്കുമായിരുന്നു. ഇപ്പോൾ സർക്കാരിൻ്റെ ഉത്തരവാദിത്തം വന്ന ഘട്ടത്തിൽ മാത്രമല്ല, അതിനു മുൻപ് തന്നെ വ്യക്തിപരമായി വലിയൊരു സ്നേഹബന്ധം അദ്ദേഹം ഞാനുമായി പുലർത്തിയിരുന്നു. പലപ്പോഴും പല കാര്യങ്ങളും ചുരുക്കം വാക്കുകളിൽ എഴുതി അയക്കുന്ന ഒരു രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നു.
അധികം ഫോൺ ചെയ്യുന്ന രീതികളല്ല, ചിലപ്പോൾ ഒരു ചെറിയ കുറിപ്പാണ് കൊടുത്തയക്കുക. ആ കുറിപ്പിൽ സ്നേഹം തുളുമ്പി നിൽക്കുന്നുണ്ടാകും, എന്നാൽ മറ്റു കാര്യങ്ങൾ എല്ലാം അതിനകത്ത് അടങ്ങിയിട്ടുണ്ടാകും. ഇന്ന് ഓശാന ഞായർ. വിശുദ്ധ വാരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് കുരുത്തോല പെരുന്നാൾ ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ ഇന്ന് പ്രത്യേക പ്രാർത്ഥനകളും നടക്കും. ക്രിസ്തുവിന്റെ കുരിശു മരണത്തിന് തൊട്ടു മുൻപായി ജെറുസലേമിൽ പ്രവേശിച്ചതിന്റെ ഓർമ്മ പുതുക്കിയാണ് ഓശാന പെരുന്നാൾ ആചരിക്കുന്നത്. തെരുവിലൂടെ കഴുതപ്പുറത്ത് ജെറുസലേമിലേക്ക് കടന്നുവന്ന യേശുക്രിസ്തുവിനെ ഒലിവിലകൾ വീശി വരവേറ്റതിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഓശാന ഞായർ. ക്രൈസ്തവ വിശ്വാസികളുടെ കഷ്ടാനുഭവ ആഴ്ചയുടെ ആരംഭം കൂടിയാണ് ഓശാന ഞായർ. പള്ളികളിൽ വെഞ്ചരിച്ച കുരുത്തോലയുമേന്തി വിശ്വാസികൾ പ്രദക്ഷിണം നടത്തും. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും നടക്കും. ഓശാനയ്ക്ക് പിന്നാലെ അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കുന്ന പെസഹ വ്യാഴം കുരിശുമരണത്തിന്റെ ദുഃഖവെള്ളിയും കടന്നാണ് ഉയർപ്പിന്റെ ഈസ്റ്ററിലേക്ക് ക്രൈസ്തവ വിശ്വാസികൾ എത്തുന്നത്. ഓശാന പെരുന്നാളിനോടനുബന്ധിച്ച് കൊച്ചിയിലെ ക്രൈസ്തവ ആരാധനാലയങ്ങളിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. വിവരങ്ങളുമായി വിഷ്ണു കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. വിഷ്ണു, ചടങ്ങുകൾ പുരോഗമിക്കുകയാണോ? എന്താണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ? കൊച്ചിയിൽ സെന്റ് മേരി കത്തീഡ്രൽ ബസിലിക്കയിൽ ഇപ്പോൾ ചടങ്ങുകളെല്ലാം അവസാനിച്ചു. കർദിനാൾ ആലഞ്ചേരിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ചടങ്ങുകൾ നടന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ചടങ്ങുകളെല്ലാം അവസാനിച്ചു. വിശ്വാസികൾ കുരുത്തോലകളുമായി വെഞ്ചരിച്ച കുരുത്തോലകളുമായി അവരുടെ ഭവനങ്ങളിലേക്ക് മടങ്ങി. ആയിരക്കണക്കിന് ആളുകളാണ് കൊച്ചിയിലെ ഈ ഒരു പള്ളിയിൽ മാത്രം ഇന്ന് പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് എത്തിയത്. അതിരാവിലെ ആരംഭിച്ച ചടങ്ങിന് കർദിനാൾ ആലഞ്ചേരി എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് നിന്ന് പ്രദക്ഷിണമായി വന്ന് തുടർന്ന് പള്ളിയിൽ പ്രവേശിക്കുകയും പള്ളിയിൽ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം ഇപ്പോൾ ആളുകൾ വീടുകളിലേക്ക് മടങ്ങുന്ന ഒരു കാഴ്ചയുമാണുള്ളത്. എന്തായാലും വലിയ രീതിയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ക്രിസ്തുമത വിശ്വാസികളെല്ലാം തന്നെ ഈ ഒരു വിശുദ്ധ വാരത്തിന്റെ ആരംഭത്തിൽ ഇന്ന് നടന്ന പ്രാർത്ഥനാ ചടങ്ങുകളെല്ലാം തന്നെ പങ്കെടുത്തിരുന്നു. അതിന്റെ ഒരു ഭാഗമായി തന്നെ കൊച്ചിയിലും വലിയ രീതിയിലുള്ള ഒരു വിശ്വാസികളുടെ ഒരു തിരക്ക് തന്നെ എല്ലാ പള്ളികളിലും അനുഭവപ്പെട്ടു. ഇനി ഒരാഴ്ച വിശുദ്ധ വാരമാണ്. ഇവിടെ ഇനി ദുഃഖവെള്ളിയും പെസഹവ്യാഴവും ദുഃഖവെള്ളിക്കും അപ്പുറം ഈസ്റ്റർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നാളുകളാണ് ക്രിസ്തുമത വിശ്വാസികളെ സംബന്ധിച്ച് ഇനിയുള്ള വിലപ്പെട്ട നാളുകൾ തന്നെയാണ് ഇനിയുള്ളത്. എന്തായാലും ഇതിന്റെ ഒരു ആരംഭം എന്ന രീതിയിൽ ഇന്ന് ഓശാന ഞായർ വിശ്വാസി സമൂഹം ആചരിക്കുകയാണ്. അതിരാവിലെ മുതൽ ഇവിടെ ഈ ഒരു പള്ളിയിൽ മതപരമായ അല്ലെങ്കിൽ ആരാധനാപരമായ ചടങ്ങുകൾ നടക്കുകയായിരുന്നു. ഇപ്പോൾ അത് അവസാനിച്ചിരിക്കുന്നു. എല്ലാവരും വലിയ രീതിയിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ തന്നെ കയ്യിൽ കുരുത്തോലകളുമായി ആളുകൾ സ്വന്തം വീടുകളിലേക്ക് മടങ്ങുന്ന ഒരു കാഴ്ച. ഇനി വ്രതശുദ്ധിയുടെ നാളുകളാണ്. അതിനുശേഷം ഈസ്റ്റർ വരുന്നു. ത്യാഗപീഠാനുഭവങ്ങളുടെ സ്മരണ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾക്ക് ഏറെ പ്രധാനപ്പെട്ട ദിനങ്ങളാണ് ഇനി കടന്നു പോകാനുള്ളത്. ജോർജറ്റ് കൊച്ചിയിൽ നിന്ന് വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് ഓശാന ഞായർ വിശുദ്ധ വാരാചരണത്തിന് തുടക്കമായി. വർഗീയ ചേരുതിരിവിന് പുറമെ പാവപ്പെട്ടവന്റെ അന്നം മുടക്കാനും UDF നീക്കം. കഴിഞ്ഞ 1000 ദിവസമായി കൊല്ലം ജില്ലാ ആശുപത്രിയിൽ DYFI നടത്തുന്ന ഹൃദയസ്പർശം എന്ന പൊതിച്ചോറ് വിതരണ പദ്ധതിക്കെതിരെയാണ് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം എന്നാരോപിച്ച് UDF പരാതി നൽകിയിരിക്കുന്നത്. വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കി വോട്ട് തട്ടാൻ നടത്തിയ നീചശ്രമത്തിന് പിന്നാലെ പാവപ്പെട്ടവന്റെ അന്നം മുടക്കാൻ ശ്രമിക്കുന്ന UDFിനെതിരെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നടത്തിയ പ്രതികരണം. 3 വർഷം കൊണ്ട് ഞാൻ ഇവിടുന്ന് ചോറ് വാങ്ങിക്കുന്നു. 3 വർഷം ഞങ്ങൾ ഈ 2 മാസം ആശുപത്രി കിടപ്പാണ്. ഞങ്ങൾക്ക് അന്ന് വരെ ഇന്ന് വരെ ഇവിടുന്ന് ചോറ് കൊണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ പാവത്തുങ്ങളാണ്. ഞങ്ങൾ ബാലഗോപാലൻ സാറിന് മാത്രമേ വോട്ട് ചെയ്യത്തുള്ളൂ. ഞങ്ങളുടെ കുടുംബം മൊത്തവും ഏതെല്ലാം സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ രോഗിയായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. ആ കൂട്ടിയിരിപ്പുകാർക്ക് ഈ ഒരു നേരത്തെ അന്നം കിട്ടുന്നത് അത് വലിയ കാര്യമാണ്. അത് അവർ ഈശ്വരൻ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ 2 കൈ നീട്ടി മേടിച്ച് അവർ ആ ഭക്ഷണം കഴിക്കുന്നത് അത് ഇല്ലാതാക്കുന്ന പ്രേമേന്ദ്രന് അത് ഒരിക്കലും ഗുണം പിടിക്കത്തില്ലെന്നേ പറയത്തുള്ളൂ. പാവപ്പെട്ടവർക്കായി നൽകുന്ന ഉച്ചയൂണ് വിതരണം ചെയ്യുന്നവർ എതിർ സ്ഥാനാർത്ഥിയായ KN ബാലഗോപാലിന്റെ ചിത്രമുള്ള ടീഷർട്ട് ഇട്ടെന്ന് കാണിച്ച് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം എന്ന വിചിത്ര പരാതിയാണ് NK പ്രേമചന്ദ്രൻ നൽകിയത്. ഹർത്താൽ ദിവസങ്ങളിൽ പോലും മുടക്കാത്ത ആഹാര വിതരണം തെരഞ്ഞെടുപ്പ് പരാജയഭീതിയിൽ മുടക്കാനാണ് UDF ശ്രമം. ഈ ആരോപണത്തെ ജനകീയമായും നിയമപരമായും നേരിടാൻ തന്നെയാണ് DYFI തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 758 ദിവസമായി കൊല്ലം ജില്ലാ ആശുപത്രിയിലും കടക്കൽ താലൂക്ക് ആശുപത്രിയിലും DYFI നൽകുന്ന പൊതിച്ചോറ് ക്യാമ്പയിനെ ഒരു രാഷ്ട്രീയ പ്രചരണത്തിന്റെ വേദിയായും അതുപോലെ തന്നെ അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൂട്ടിക്കലർത്തിക്കൊണ്ട് ഈ പ്രവർത്തനത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് കൊല്ലത്തെ UDFിന്റെ നേതാക്കന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പരാജയ ഭീതി കൊണ്ട UDFിന്റെ നേതാക്കന്മാർ ജില്ലാ ആശുപത്രിയിലെ പാവപ്പെട്ട രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും നൽകുന്ന ഈ പൊതിച്ചോർ പ്രവർത്തനത്തെ പോലും തടയിടുന്നതിനും തകർക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമമാണ്. അതിനെ ഞങ്ങൾ നിയമപരമായും രാഷ്ട്രീയപരമായും സംഘടനാപരമായി നേരിടുന്നതിന് വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. 100 കണക്കിന് നിർധനരുടെ പ്രതീക്ഷയായ ഒരു നേരത്തെ ആഹാരം പോലും മുടക്കി നേട്ടമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ സമൂഹ മധ്യത്തിലും ചർച്ചയായി.
നിലവിൽ വർഗീയ പരാമർശത്തിന്റെ പേരിൽ പ്രേമചന്ദ്രന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകിയിരുന്നു. ഇതുപോലുള്ള നിരവധി പേരാണ് ഇവിടെ ഡിവൈഎഫ്ഐയുടെ ഹൃദയസ്പർശം എന്നുള്ള ഈ പൊതിച്ചോറ് വിതരണ ഇതിൽ നിന്ന് ഭക്ഷണം വാങ്ങുന്നതും കഴിക്കുന്നതും. ഇതിനെതിരെയാണ് UDFന്റെ പരാതി. കൊല്ലത്ത് നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്തിയോടിനൊപ്പം രാജ്കുമാർ. പാലക്കാട് ആളൊഴിഞ്ഞ് NDAയുടെ തെരഞ്ഞെടുപ്പ് റാലി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുത്ത പരിപാടിയിലാണ് പ്രവർത്തകരില്ലാതെ പരാജയമായത്. പകുതിയും ഒഴിഞ്ഞ കസേരകൾക്ക് മുന്നിലായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പ്രസംഗം. NDA സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാറിന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികളിലൊന്നായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കുന്ന തിരഞ്ഞെടുപ്പ് റാലി. ഇതിനായി വളരെ നേരത്തെ തന്നെ ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. 5 മണിക്കായിരുന്നു പരിപാടി. നിശ്ചയിച്ച സമയത്തും ആളുകൾ എത്തിയില്ല. രാജ്നാഥ് സിംഗ് എത്തുന്നതോടെ കസേര നിറയുമെന്നായിരുന്നു BJP നേതാക്കളുടെ പ്രതീക്ഷ. കോട്ടയത്ത് നിന്ന് ഹെലികോപ്റ്റർ മാർഗം വഴി പാലക്കാടെത്തിയ രാജ്നാഥ് സിംഗ് 5:45 വേദിയിലെത്തി പ്രസംഗം തുടങ്ങി. പക്ഷേ പ്രസംഗം പൂർത്തിയാകുന്നതുവരെ കസേരയുടെ പാതിയും ഒഴിഞ്ഞു തന്നെ കിടന്നു. ശ്രീ എം ശിവരാജൻ ആൻഡ് ഡിസ്ട്രിക്ട് പ്രസിഡന്റ് BJP ശ്രീ അഡ്വക്കേറ്റ് E കൃഷ്ണദാസ്. കഴിഞ്ഞ ദിവസം രാജ്നാഥ് സിംഗ് കേരളത്തിൽ പങ്കെടുത്ത തിരഞ്ഞെടുപ്പ് റാലികളിൽ ഏറ്റവും കുറഞ്ഞ പങ്കാളിത്തം പാലക്കാടായിരുന്നു. കേരളത്തിലെ പ്രധാന ശക്തി കേന്ദ്രങ്ങളൊന്നാണെന്ന് RSSും BJPയും എല്ലാം അവകാശപ്പെടുന്ന പാലക്കാട്ട് പ്രധാനപ്പെട്ട ദേശീയ നേതാവ് പങ്കെടുക്കുന്ന തിരഞ്ഞെടുപ്പ് റാലി പരാജയപ്പെട്ടത് നേതൃത്വത്തെ ഞെട്ടിച്ചിട്ടുണ്ട്. പാലക്കാട്ടെ BJPക്കകത്തെ വിഭാഗീയതയും തിരഞ്ഞെടുപ്പ് റാലിയിലെ പങ്കാളിത്തം കുറയാൻ കാരണമായിട്ടുണ്ടെന്നാണ് വിലയിരുത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ശബരിമലയെ സംരക്ഷിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വർഗീയതയുടെ ഓരം ചേർന്ന് മതനിരപേക്ഷത സംരക്ഷിക്കാനാകില്ലെന്നും കോൺഗ്രസിനും BJPക്കും ഒരേ സ്വരമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അടൂരിൽ വീണ ജോർജ് MLAയുടെ തെരഞ്ഞെടുപ്പ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വീണ ജോർജിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയേകാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടൂരിലെത്തിയത്. വീണ ചേച്ചിക്കൊരു വോട്ട് എന്ന സന്ദേശമുയർത്തി ബാലസംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന കലാജാഥയുടെ അവതരണത്തോടെയാണ് സമ്മേളന പരിപാടികൾ ആരംഭിച്ചത്. സ്ത്രീകളും കുട്ടികളും യുവാക്കളും അടക്കമുള്ള ജനസഞ്ചയം ആവേശത്തോടെയാണ് അടൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിലേക്ക് എത്തിച്ചേർന്നത്. മുഖ്യമന്ത്രി സമ്മേളന വേദിയിലെത്തിയതോടെ ആവേശം വാനോളമുയർന്നു. വർഗീയതയുടെ ഓരം ചേർന്ന് മതനിരപേക്ഷത സംരക്ഷിക്കാനാകില്ലെന്ന് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. കോൺഗ്രസ് വർഗീയതയുമായി ചേർന്നു നിന്നു പോകാനാണ് ആഗ്രഹിക്കുന്നത്. നാടിന്റെയും രാഷ്ട്രത്തിന്റെയും പ്രധാന തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയുടെ സംരക്ഷണമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും ശബരിമലയുടെ സമാധാനാന്തരീക്ഷം തകർക്കാനുള്ള സംഘപരിവാർ ശ്രമം തകർന്നടിഞ്ഞതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ശബരിമലയില് കാണിക്കിടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തിയവരാരായിരുന്നു? ശബരിമലയിൽ വരുന്ന ഭക്തരെ ശാരീരികമായി തടയാൻ, ആക്രമിക്കാൻ സന്നദ്ധരായവർ ആരായിരുന്നു? സന്നിധാനത്ത് കേന്ദ്രീകരിച്ച് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചവർ ആരായിരുന്നു? എല്ലാം സംഘപരിവാറുകാരായിരുന്നു. അവർക്ക് വേണ്ടത് എന്തായിരുന്നു? ആ ഘട്ടത്തിൽ ശബരിമല ഉത്സവം സമാധാനപരമായി നടക്കാൻ പാടില്ല, ഏതെങ്കിലും തരത്തിൽ അതിനെ അലങ്കോലപ്പെടുത്തണം. എന്നാൽ മറ്റേത് കാലത്തിൽ നിന്നും വ്യത്യസ്തമായി വന്ന തീർത്ഥാടകർക്കെല്ലാം ശരിയായ രീതിയിൽ ദർശനം നടത്താനും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാനും ഈ കഴിഞ്ഞ തവണ സാധിച്ചു എന്നല്ലേ നമ്മുടെ അനുഭവം. തുടർന്ന് കോന്നിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് യോഗത്തിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് D. സജി അധ്യക്ഷനായ ചടങ്ങിൽ സെക്രട്ടറി PB ഹർഷകുമാർ സ്വാഗതം പറഞ്ഞു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KJ തോമസ്, ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ R. ഉണ്ണികൃഷ്ണപിള്ള, അഡ്വക്കേറ്റ് K. അനന്തഗോപൻ, CPI ജില്ലാ സെക്രട്ടറി AP ജയൻ തുടങ്ങിയവരും യോഗത്തിൽ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ മോദി സർക്കാരിന്റെ കഴിഞ്ഞ 5 വർഷത്തിലാണ് ഇന്ത്യയിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടതെന്ന് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ആനി രാജ. വിശ്വാസമല്ലാതെ മറ്റൊന്നും ഉയർത്തി വോട്ട് നേടാൻ പറ്റാത്ത ഗതികേടിലാണ് BJP എന്നും ആനി രാജ പറഞ്ഞു. RSS ശബ്ദത്തിലാണ് മോദി സംസാരിക്കുന്നതെന്ന് VS അച്യുതാനന്ദൻ. സൈനികരോട് സ്നേഹമാണെന്ന് പറയുന്ന മോദിയുടെ കാലത്ത് ആണ് ഏറ്റവും കൂടുതൽ സൈനികർ കൊല്ലപ്പെട്ടതെന്നും VS പറഞ്ഞു. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി A. പ്രദീപ് കുമാറിന്റെ പ്രചരണാർത്ഥം സംസാരിക്കുകയായിരുന്നു VS അച്യുതാനന്ദൻ. BJPയുടെയും കോൺഗ്രസിന്റെയും ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചായിരുന്നു VS അച്യുതാനന്ദൻ സംസാരിച്ചത്.
RSSന്റെ ശബ്ദത്തിലാണ് മോഡി സംസാരിക്കുന്നത് എന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്ത് സൈനികരോട് സ്നേഹമാണെന്നാണ് മോദി പറയുന്നത്. എന്നാൽ മോദിയുടെ കാലത്താണ് ഏറ്റവും കൂടുതൽ സൈനികർ കൊല്ലപ്പെട്ടത്. അധ്വാനിക്കുന്ന ജനതയുടെ കൂടെയാണ് എന്നും ഇടതുപക്ഷമെന്നും ന്യൂനപക്ഷങ്ങളെയും സ്ത്രീകളെയും എക്കാലവും പരിഗണിക്കുന്നത് ഇടതുപക്ഷം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. തിരഞ്ഞെടുപ്പ് കാലത്ത് മോദിക്ക് പട്ടാളക്കാരോട് വലിയ സ്നേഹമാണ്. പക്ഷേ മോദി അധികാരത്തിൽ വന്ന ശേഷമുള്ള വർഷങ്ങളാണ് ഏറ്റവും കൂടുതൽ സൈനികർ അതിർത്തികളിൽ മരിച്ചു വീണു. യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിൽ പോലും കൈയിട്ടു വാരുകയാണ്. ജനകീയ MLA എന്നാണ് പ്രദീപ് കുമാർ അറിയപ്പെടുന്നത്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം പ്രദീപ് കുമാറിന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം സഹാവ് പ്രദീപ് കുമാറിന്റെ കൈകൾ സുരക്ഷിതമാകുമെന്നത് ഞാൻ ഉറപ്പു നൽകുന്നു. പ്രദീപ് കുമാറിന്റെ പ്രചരണാർത്ഥം നടന്ന റാലിയിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വൻ ജനാവലിയാണ് പരിപാടിയിൽ ഒത്തുചേർന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. LDF സ്ഥാനാർത്ഥി VN വാസവന് പാലായിൽ ഉജ്ജ്വല വരവേൽപ്പ്. റബ്ബറിന്റെ രാഷ്ട്രീയം വോട്ട് ബാങ്കുകളെ സ്വാധീനിക്കുന്ന പാലായിലെ ജനങ്ങൾ ഒന്നടങ്കം ഇരമ്പിയെത്തിയാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. പാലാ നഗരത്തെ സാക്ഷിയാക്കി ആയിരങ്ങൾ അണിനിരുന്ന റോഡ് ഷോ നടന്നു. പാലായുടെ മനസ്സ് ആർക്കൊപ്പമെന്ന് പ്രഖ്യാപിക്കുന്നതായിരുന്നു നഗരത്തിലെ സ്വീകരണം. നൂറുകണക്കിന് പ്രവർത്തകർ ഇരുചക്ര വാഹനങ്ങളുമായി ഒപ്പം കൂടി. ജനസാഗരത്തിന് നടുവിലൂടെ തുറന്ന വാഹനത്തിൽ മുന്നോട്ട് നീങ്ങിയ സ്ഥാനാർത്ഥി പാതയോരങ്ങളിൽ കാത്തുനിന്നവരെ അഭിവാദ്യം ചെയ്തു. പൂക്കളും പഴവർഗ്ഗങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളുമായി കാത്തുനിന്നവർ സ്ഥാനാർത്ഥിക്ക് വിജയാശംസകൾ നേർന്നു. വ്യാപാരികളും തൊഴിലാളികളും അടങ്ങുന്ന സംഘം ദുരിതങ്ങളിൽ തങ്ങൾക്ക് താങ്ങായി എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ കണ്ട് പിന്തുണ ഉറപ്പു നൽകി. VN വാസവനൊപ്പം കൈകോർത്ത് വികസന രാഷ്ട്രീയത്തെ എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തുമെന്ന പ്രഖ്യാപനമായിരുന്നു പാലായിലെ റോഡ് ഷോയിൽ പ്രകടമായത്. റോഡ് ഷോയ്ക്ക് ശേഷം സ്ഥാനാർത്ഥിയുടെ പര്യടനം വെള്ളഞ്ചൂരിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന്റെ മണ്ഡലത്തിലെ 3ാം വട്ട പൊതുപ്രചാരണ പരിപാടി സമാപിച്ചു. വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സന്ദർശിച്ചുള്ള വോട്ട് അഭ്യർത്ഥന ഇനിയുള്ള ദിവസങ്ങളിൽ തുടരും. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും NDA സ്ഥാനാർത്ഥി രവീശ തന്ത്രികുണ്ടാറും പൊതുപ്രചാരണ പരിപാടി തുടരുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന ദിവസം മുതൽ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സന്ദർശിച്ച് 2 വട്ടം കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ പര്യടനം നടത്തി. തുടർന്നാണ് സ്വീകരണ കേന്ദ്രങ്ങളിൽ പൊതുപ്രചാരണ പരിപാടി സംഘടിപ്പിച്ചത്. 3 വട്ടമാണ് ഓരോ നിയമസഭാ മണ്ഡലവും കേന്ദ്രീകരിച്ചുകൊണ്ട് പൊതു സ്വീകരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഈ പ്രചാരണ പര്യടനമാണ് സതീഷ് ചന്ദ്രൻ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സന്ദർശിച്ചുകൊണ്ടുള്ള വോട്ടഭ്യർത്ഥന തുടരുമെന്നും LDF കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഉജ്ജ്വല വിജയം നേടുമെന്നും KP സതീഷ് ചന്ദ്രൻ പറഞ്ഞു. LDFന്റെ വർദ്ധിച്ച ജനപിന്തുണ പ്രകടമാകുന്നതാണ് എല്ലാ സ്വീകരണ യോഗവും. LDFന്റെ ശക്തി കേന്ദ്രങ്ങളും ദുർബല കേന്ദ്രങ്ങളും ഒരുപോലെ ഉജ്ജ്വലമായ സ്വീകരണമാണ്. ഈ 21 ദിവസത്തെ പര്യടനത്തിന്റെ അടിസ്ഥാനത്തിൽ കുറെ കൂടി ആളുകൾ കാണുന്നതിന് വേണ്ടി ശ്രമിക്കും. ആ പ്രവർത്തനമാണ് ഈ 22 വരെ നടത്തുക. LDFന് നല്ല ശുഭാപ്തി വിശ്വാസമാണ്. റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ഇത്തവണ LDF വിജയിക്കും. KP സതീഷ് ചന്ദ്രന്റെ പൊതുപ്രചാരണ പരിപാടിക്ക് സമാപനമായത് പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിലാണ്. ഇന്നലെ തുളുവടക്കത്തു നിന്ന് തുടങ്ങിയ പര്യടനം വൈകിട്ട് പാറയത്തുനീരിൽ സമാപിച്ചു. പൊതു സ്വീകരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ 10,000ങ്ങളാണ് LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രനെ സ്വീകരിച്ചത്. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ മഞ്ചേശ്വരം മണ്ഡലത്തിലും NDA സ്ഥാനാർത്ഥി രവീശ തന്ത്രികുണ്ടാർ കാഞ്ഞങ്ങാട് മണ്ഡലത്തിലും ഇന്നലെ പ്രചാരണം നടത്തി. വൈകി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരികയും പ്രചാരണം ആരംഭിക്കുകയും ചെയ്ത ഇരുവരുടെയും പൊതുപര്യടന പരിപാടി തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറവിയെടുത്ത മണ്ണിൽ LDF സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചർക്ക് ഉജ്ജ്വല വരവേൽപ്പ്. പാറപ്പുറം ഉൾപ്പെടുന്ന ധർമ്മടം മണ്ഡലത്തിലെ വോട്ടർമാരെ നേരിട്ട് കണ്ടുകൊണ്ടാണ് ശ്രീമതി ടീച്ചർ 3ാം ഘട്ട പൊതുപര്യടനം പൂർത്തിയാക്കിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറവിയെടുത്ത പാറപ്പുറത്തിന്റെയും പാവങ്ങളുടെ പടത്തലവൻ AKGയുടെ ജന്മനാടായ പെരളശ്ശേരിയുടെയും മണ്ണ് വീരോചിത സ്വീകരണമാണ് ശ്രീമതി ടീച്ചർക്ക് ഒരുക്കിയത്. മുഖ്യമന്ത്രിയുടെ മണ്ഡലം കൂടിയായ ധർമ്മടത്തെ
27 കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ശ്രീമതി ടീച്ചറുടെ 3ാം ഘട്ട പൊതുപര്യടനത്തിന് സമാപനമായത്. മഹാനായ AKG ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും കരുത്തനായ ഒരു പ്രതിപക്ഷ നേതാവ്, അതുപോലെ ഏത് രംഗത്തും സമര പോരാട്ടത്തിൻ്റെ രംഗത്ത് ഒരു ഐതിഹാസികമായ ഒരു വലിയ വീര്യം കാണിച്ചിട്ടുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ വെച്ചാണ് ഇപ്പം നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് പിറവി കൊടുത്ത നാടാണ് പിണറായിയിലെ പാറപ്പുറം. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു മണ്ഡലമാണ് ധർമ്മടം നിയോജക മണ്ഡലം. അപ്പോൾ ഈ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ ഓരോ സ്ഥലങ്ങളിലായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിൽ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സന്ദർശിച്ചുകൊണ്ടുള്ള പ്രചരണവും തുടർന്ന് 3 ഘട്ടങ്ങളിലായി പൊതുപര്യടനവുമാണ് ശ്രീമതി ടീച്ചർ പൂർത്തിയാക്കിയത്. പ്രചരണത്തിൽ ഏറെ മുന്നിലെത്താനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് കണ്ണൂർ മണ്ഡലത്തിൽ ഇടതുമുന്നണി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. പ്രളയം തകർത്ത കുട്ടനാട്ടിലെത്തിയ മുഖ്യമന്ത്രിക്ക് ആവേശകരമായ സ്വീകരണമൊരുക്കി കുട്ടനാട്ടുകാർ. ഇടതുപക്ഷ സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാറിന്റെ പ്രചരണത്തിനായാണ് കുട്ടനാടിന്റെ രക്ഷകനെത്തിയത്. മാവേലിക്കര മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാറിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായാണ് മുഖ്യമന്ത്രി എടത്വായിലെത്തിയത്. രാവിലെ 11 മണിയോടെ എത്തിയ മുഖ്യമന്ത്രിക്ക് ആവേശകരമായ വരവേൽപ്പാണ് കുട്ടനാട്ടുകാർ നൽകിയത്. മതനിരപേക്ഷ സംരക്ഷണ കാര്യത്തിൽ കോൺഗ്രസ് വ്യക്തതയോടെ മുന്നോട്ട് വരുന്നില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കോൺഗ്രസ് വർഗീയതയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. വർഗീയതയും കോൺഗ്രസും വേറിട്ട് നിൽക്കേണ്ടതാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നവർ BJPയിൽ പോകില്ല എന്ന പരസ്യം വരെ കൊടുക്കേണ്ട ഗതികേടിലാണ് ഇന്ന് കോൺഗ്രസ് എന്നും പിണറായി കുറ്റപ്പെടുത്തി. നടപടികളിൽ BJPയും കോൺഗ്രസും തുല്യരാണ്. ഒരു മാറ്റവും അവരുടെ നയത്തിലില്ല. BJP സ്വീകരിച്ചത് നമ്മുടെ രാജ്യത്തിലെ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് സ്വീകരിച്ച നടപടിയാണ്. മൻമോഹൻ സിംഗ് ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിയത് നവോദാരവൽക്കരണ നയം അംഗീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ്. കുട്ടനാട്ടിലെ പ്രചരണത്തിന് ശേഷം പിണറായി വിജയൻ കൊല്ലം ജില്ലയിലെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുത്തു. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കോഴിക്കോട് മണ്ഡലത്തിൽ അവസാനഘട്ട പര്യടനത്തിലാണ് സ്ഥാനാർത്ഥികൾ. ഇടതുപക്ഷ സ്ഥാനാർത്ഥി പ്രദീപ് കുമാറിന് വേണ്ടി VS അച്യുതാനന്ദൻ അടക്കമുള്ള പ്രമുഖ നേതാക്കൾ വോട്ട് അഭ്യർത്ഥിക്കാൻ മണ്ഡലത്തിലെത്തി. തൊഴിലാളികൾക്കിടയിൽ വോട്ടഭ്യർത്ഥിച്ച് സാധാരണക്കാർക്കിടയിൽ വോട്ടഭ്യർത്ഥിച്ച് മുന്നോട്ട് നീങ്ങുകയാണ് പ്രദീപ് കുമാറിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ. തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കോഴിക്കോട് 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ സജീവമായ തെരഞ്ഞെടുപ്പ് പര്യടനത്തിലാണ്. കുടുംബയോഗങ്ങളും പൊതുയോഗങ്ങളും തകൃതിയായി നടക്കുകയാണ്. എലത്തൂർ മണ്ഡലത്തിലെ 4ാം ഘട്ട പര്യടനത്തിൽ LDF പ്രവർത്തകരോടൊപ്പം അണിചേർന്ന് നാട്ടുകാരും ഇടതുപക്ഷ സ്ഥാനാർത്ഥി പ്രദീപ് കുമാറിനെ സ്വീകരിച്ചു. ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് വിജയം ഉറപ്പാണെങ്കിലും ഉജ്ജ്വല വിജയമാക്കി മാറ്റാനുള്ള പ്രവർത്തനമാണ് നമ്മൾ നടത്തേണ്ടതെന്നായിരുന്നു കുടുംബസംഗമങ്ങളിൽ സംസാരിച്ച നേതാക്കളുടെ അഭിപ്രായം. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ശാക്തീകരണത്തിന്റെ പ്രതീകമായ പ്രദീപ് കുമാർ പാർലമെന്റ് അംഗമാകുന്നതോടെ മണ്ഡലത്തിലെ വിദ്യാഭ്യാസ നിലവാരം ഉയരുമെന്ന് ഉറച്ച വിശ്വാസം സമ്മതിദായകരിലുമുണ്ട്. എന്റെ പ്രസം പദ്ധതിയുടെ 10ാം വർഷമായത് 10 സ്കൂളുകളെ മികവുറ്റ നിലയിൽ വികസിപ്പിക്കാൻ പൂർണ്ണമായ ഫണ്ട് ലഭ്യമാക്കി അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത 2 വർഷം കൊണ്ട് ബാക്കി സ്കൂളുകളും കൂടെ പൂർത്തിയാക്കാനുള്ള ശ്രമം നടക്കുകയായിരുന്നു. അതിനിടയിൽ ഇപ്പോൾ ഈ ഇലക്ഷൻ വന്നാലും ഇപ്പോൾ പാർലമെന്റ് അംഗമായി ജയിച്ചാലും ഇതിനെയൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്യാനും ഇതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാനും പറ്റും ആ പദ്ധതിനൊക്കെ. എലത്തൂർ മണ്ഡലത്തിലെ രാമല്ലൂരിൽ നിന്നായിരുന്നു പര്യടനത്തിന്റെ തുടക്കം. കണ്ടോത്തുപാറ, ഏഴുകുളം, ഹെൽത്ത് സെന്റർ, എടക്കര, ഈന്താട് എന്നിവിടങ്ങളിലെ സ്വീകരണത്തിനു ശേഷം വിശ്രമം. ഉച്ചയ്ക്ക് ശേഷം ചേളന്നൂർ, തെക്കേടത്ത് താഴം, കിഴക്കുമുറി, പണ്ടാമ്പറമ്പ്, പറമ്പിൽ ബസാർ, മോരിക്കര വെസ്റ്റ്, പടനയിൽ, പെരുന്തുരുത്തി എന്നിവിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം പര്യടനം പറമ്പത്ത് സമാപിച്ചു. മന്ത്രി AK ശശീന്ദ്രൻ പര്യടനത്തിന് നേതൃത്വം വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇടതുപക്ഷം വികസനം മുൻനിർത്തി വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ വ്യക്തിഹത്യ നടത്തിയാണ് ഇടുക്കിയിൽ വലതുപക്ഷം വോട്ട് ചോദിക്കുന്നത്. ഹൈറേഞ്ച് സംരക്ഷണ സമിതി പിന്തുണയ്ക്കുന്ന ഇടതു സ്ഥാനാർത്ഥിയെയും കുടുംബത്തെയും അവഹേളിക്കുകയാണ് UDF നേതാക്കൾ. പത്രമാധ്യമങ്ങളിലൂടെയും നവമാധ്യമങ്ങളിലൂടെയും അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് ഇടുക്കിയിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിനെയും കുടുംബത്തെയും വേട്ടയാടുകയാണ് UDF നേതാക്കൾ. എല്ലാ തരത്തിലുള്ള വ്യക്തിഹത്യാശ്രമങ്ങളുമായി അപവാദ പ്രചരണങ്ങൾ, വ്യാജ കേസുകൾ, അതുമായി ബന്ധപ്പെട്ട് നിരന്തരമായി നടത്തിയിട്ടുള്ള വേട്ടയാടലുകൾ എന്നെ മാത്രമല്ല എൻ്റെ കുടുംബാംഗങ്ങളെ പോലും
അങ്ങനെയൊക്കെ നടത്തിയിട്ടുള്ള ആ വിദ്വേഷത്തിന്റെയും പകയുടെയും വെറുപ്പിന്റെയും രാഷ്ട്രീയം, അതിന്റെ കാലം ഇടുക്കി പോലുള്ള കേരളം പോലുള്ള സ്ഥലങ്ങളിൽ അവസാനിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി വസ്തുനിഷ്ഠമായി ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയും അവരെന്താണ് പൊതുസമൂഹത്തിന് ചെയ്തിട്ടുള്ളത്, ഇനി ചെയ്യാൻ പറ്റുന്നത് എന്ന ആളുകൾ വിലയിരുത്തിക്കൊണ്ട് വോട്ട് ചെയ്യുന്നൊരു തെരഞ്ഞെടുപ്പായിരിക്കും. അങ്ങനെ ജനങ്ങൾക്കൊപ്പമായിരുന്നു, അവർക്കൊപ്പം നിന്ന് പ്രവർത്തിച്ച ആ പ്രവർത്തനമാകെ കണ്ട ഇടുക്കിയിലെ ആളുകളുണ്ട്. ഇടപെട്ടുമ്പോൾ അവരുമായി ഉണ്ടായ ആത്മബന്ധമുണ്ട്, എഴിയെടുപ്പമുണ്ട്. ആ ആത്മബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ നൽകുന്ന വലിയ പിന്തുണയുണ്ട്. ആ പിന്തുണ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ എന്റെ കരുത്ത്. സംഭവത്തിൽ ഇടതു നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ വരണാധികാരിയായ കലക്ടർക്കും നൽകിയ പരാതിയെ തുടർന്ന് ആക്ഷേപങ്ങൾ ഉന്നയിച്ച KPCC സംസ്ഥാന കോർഡിനേറ്റർ മനോജ് കോക്കാട് വിശദീകരണം നൽകിയിരുന്നു. ഇതിനുശേഷവും നവമാധ്യമങ്ങൾ വഴിയുള്ള ആക്ഷേപം തുടരുകയാണ്. UDF സ്ഥാനാർത്ഥിയുടെയും കോൺഗ്രസ് നേതൃത്വത്തിന്റെയും നിർദ്ദേശപ്രകാരമാണ് ഇത്തരം പ്രവർത്തനങ്ങളെന്ന് സംശയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ 3 മുന്നണികളും വീറും വാശിയുമുള്ള പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത്. LDF സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ ഇതിനോടകം 3 റൗണ്ട് പര്യടനം പൂർത്തിയാക്കി കഴിഞ്ഞു. മണ്ഡലത്തിൽ സമ്പത്തിന് പിന്നിലായി ഓടിയെത്താനുള്ള പരിശ്രമത്തിലാണ് മറ്റു മുന്നണികൾ. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ A സമ്പത്ത് പ്രചരണ രംഗത്ത് ഏറെ മുന്നിലാണ്. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇതിനോടകം 3 റൗണ്ട് പര്യടനം പൂർത്തിയാക്കി കഴിഞ്ഞു. എത്തുന്ന സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം വലിയ ജനക്കൂട്ടമാണ് സ്വീകരിക്കാനെത്തുന്നത്. ഇതിന്റെ ആത്മവിശ്വാസം സമ്പത്തിനുണ്ട്. നല്ല അനുഭവമാണ്. ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം അവരെല്ലാം ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സമ്പത്തിന്റെ മകൾ അശ്വതിയും അച്ഛനു വേണ്ടി പ്രചരണ രംഗത്തുണ്ട്. ആദ്യമായിട്ട് കൗൺസിലറായി നിൽക്കുന്ന സമയത്ത് വളരെ ചെറുതായിരുന്നു, ആ സമയത്ത് പോകാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോ 2-3 ദിവസമായിട്ട് കൂടെയുണ്ട്. UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് നെടുമങ്ങാട് കോയിക്കൽ ക്ഷേത്രനടയിൽ നിന്നാണ് പ്രചരണം ആരംഭിച്ചത്. മണ്ഡലത്തിൽ എല്ലായിടത്തും ഓടിയെത്താനുള്ള തത്രപ്പാടിലാണ് അദ്ദേഹം. BJP സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ കാട്ടാക്കട മണ്ഡലത്തിലാണ് പര്യടനം നടത്തിയത്. ആചാരലംഘനമാണ് പ്രധാനമായും BJP മുഖ്യ പ്രചരണ വിഷയമാക്കിയിരിക്കുന്നത്. അയ്യന്റെ ആചാരത്തെ തകർത്തതിനെ കുറിച്ചും അയ്യന്റെ ആചാരം തകർത്തുകൊണ്ട് ഗവൺമെന്റിന്റെ ഗൂഢാലോചനയുടെ പരിതപനമായിക്കൊണ്ട് അവിടെ ക്ഷേത്ര വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്ത് ആചാരാനുഷ്ഠാനത്തെ തകർക്കാൻ വേണ്ടി പരിശ്രമം നടത്തിയതിനെ കുറിച്ച് പറഞ്ഞാൽ തൂക്കിലേറ്റുമെന്നാണ് ടിക്കാറാം മീണ പറയുന്നതെങ്കിൽ ആ രക്തസാക്ഷിത്വം വഹിക്കാൻ നിങ്ങളുടെ സ്ഥാനാർത്ഥിയായ ഞാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം മുന്നോട്ട് പോകുന്നത്. ആറ്റിങ്ങലിൽ ശക്തമായ ത്രികോണ മത്സരത്തിന്റെ പ്രതീതി നിലനിർത്താൻ എല്ലാ മുന്നണികൾക്കും കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഓർമ്മകൾ അയവിറക്കി പ്രദീപ് കുമാറിന്റെ വിജയത്തിനായി അവർ ഒത്തുകൂടി. കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിൽ പഠിച്ച 3 തലമുറയാണ് കോഴിക്കോട് മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രദീപ് കുമാറിന്റെ വിജയത്തിനായി ഒത്തുചേർന്നത്. കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രദീപ് കുമാറിന്റെ വിജയത്തിനായി പ്രദീപിനൊപ്പം ഗുരുവായൂരപ്പൻ കോളേജ് കൂട്ടായ്മ എന്ന പേരിലാണ് ഒത്തുചേർന്നത്. ഓർമ്മകളുടെ അയവിറക്കൽ കൂടിയായി മാറി ആ സംഗമം. 1980-85 കാലത്ത് പ്രദീപ് കുമാറിനൊപ്പം പഠിച്ചവരും സുഹൃത്തുക്കളും ഉൾപ്പെടെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ഒത്തുചേർന്നത്. പിന്നെ പ്രദീപ് കുമാറിന്റെ വിജയത്തിനായി അവർ കൈകോർത്തു. സിനിമാ താരം ജോയ് മാത്യു ആണ് കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തത്. വർഗീയത വളരാൻ അനുവദിക്കാത്ത മണ്ണാണ് കോഴിക്കോട് എന്നും അതുകൊണ്ട് തന്നെ പ്രദീപ് കുമാർ ജയിച്ചു വരുമെന്നും ജോയ് മാത്യു പറഞ്ഞു. പ്രതീക്ഷ മനസ്സിൽ കരുതുന്ന കോഴിക്കോട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ പുരോഗമനപരമായി ചിന്തിക്കുന്ന ആൾക്കാരാണ്, വർഗീയമായി ചിന്തിക്കുന്ന ആൾക്കാരല്ല. എല്ലാ സമുദായത്തിൽപ്പെട്ടവരും വളരെ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന, സ്നേഹത്തോടെ ജീവിക്കുന്ന, സന്തുഷ്ടിയോടെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട്. അതുകൊണ്ടാണ് ഞാൻ കോഴിക്കോട് അല്ലെങ്കിലും അവസരം കിട്ടുമ്പോൾ ഓടി കോഴിക്കോട് വരുന്നത് പിന്നീടുള്ള ദിവസങ്ങളിലേക്കൊരു ഊർജ്ജത്തിന് വേണ്ടിയാണ്. ആ കോഴിക്കോട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരു ശക്തിയുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്, അല്ലാതെ ഗുഹാമനുഷ്യനായി ജീവിക്കുക എന്നുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഗുഹാമനുഷ്യനല്ലാത്ത പ്രദീപ് വിജയിക്കും എന്നുറപ്പാണ്. ഗുരുവായൂരപ്പൻ കോളേജ് ക്യാമ്പസ് പകർന്നു തന്ന ഊർജ്ജമാണ് ജനപ്രതിനിധി എന്ന നിലയിൽ വ്യത്യസ്തമായി ചിന്തിക്കുന്നതിന് തനിക്ക് ശക്തി നൽകിയത് എന്ന് പ്രദീപ് കുമാർ പറഞ്ഞു. വലിയ ആവേശത്തോടുകൂടിയാണ് ആ പഴയ സഹപാഠിയെ കൂട്ടായ്മ വരവേറ്റത്. ഗുരുവായൂരപ്പൻ കോളേജ് മുൻ പ്രിൻസിപ്പൽമാരായ P. രാമചന്ദ്രൻ, M. മാധവ്കുട്ടി തുടങ്ങി നിരവധി അധ്യാപകരും പഴയ വിദ്യാർത്ഥികളും പരിപാടിയിൽ ഒത്തുചേർന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
വയനാട്ടിൽ മാവോയിസ്റ്റ് സാന്നിധ്യം സ്ഥിരീകരിച്ച പ്രദേശങ്ങളിൽ തെരച്ചിൽ ഊർജിതമാക്കി. അതിർത്തി ചെക്ക് പോസ്റ്റുകൾ തണ്ടർബോൾട്ട് സുരക്ഷയിലാണ്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ അനൂപ് ചേരുകയാണ്. അനൂപ്, കഴിഞ്ഞ ദിവസം മാവോയിസ്റ്റ് ഭീഷണി അടക്കമുണ്ടായിരുന്നു. മാവോയിസ്റ്റുകളുടെ കത്ത് മാധ്യമപ്രവർത്തകർക്ക് ലഭിച്ചു. സ്ഥാനാർത്ഥികൾക്ക് നേരെയും ഭീഷണി ഉയരുന്ന സാഹചര്യത്തിൽ സ്ഥാനാർത്ഥികൾക്കും സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് മാവോയിസ്റ്റ് സാന്നിധ്യം ഇപ്പോൾ പോലീസ് പറയുന്നത്, സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത്? നേരത്തെ തന്നെ വയനാട്ടിൽ മാവോയിസ്റ്റ് സാന്നിധ്യം സ്ഥിരീകരിച്ചതാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ ഇടങ്ങളിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മാവോയിസ്റ്റുകളുടെ പേരുള്ള പോസ്റ്ററുകൾ അടക്കം വിവിധ ഇടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇതിന്റെ ഇടയിലാണ് വയനാട്ടിലെ സ്ഥാനാർത്ഥികൾക്ക് ഭീഷണിയുണ്ട് എന്നുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് വരുന്നത്. ഈ റിപ്പോർട്ടിനെ തുടർന്ന് DC സുനീറിന്റെയും തുഷാർ വെള്ളാപ്പള്ളിയുടെയും സുരക്ഷ നേരത്തെ തന്നെ പോലീസ് അവരുടെ സുരക്ഷ ശക്തമാക്കിയിരുന്നു. എന്നാൽ PC സുനീർ സുരക്ഷ വേണ്ട എന്ന് പറയുകയും ചെയ്തു. ഏതായാലും ഇത്തരമൊരു സാഹചര്യത്തിലാണ് വയനാട്ടിൽ വിവിധയിടങ്ങളിൽ അതിർത്തി പ്രദേശങ്ങളിൽ നേരത്തെ മാവോയിസ്റ്റ് ഭീഷണി ഉള്ള പോലീസ് സ്റ്റേഷനുകളെല്ലാം സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വയനാട്ടിലേക്ക് വരുന്ന പ്രധാന വഴികളിൽ നിന്നും തണ്ടർബോൾട്ട് സംഘങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. ഈ ചെന്നിട്ടുള്ള ചെക്ക് പോസ്റ്റുകളെല്ലാം ഇപ്പോൾ അതിർത്തിയുടെ നിയന്ത്രണം ഇപ്പോൾ തണ്ടർബോൾട്ടിന്റെ കയ്യിലാണ്. തണ്ടർബോൾട്ട് പോലീസ് സംഘങ്ങൾ ഇത്തരം മേഖലകളിൽ വലിയ നിരീക്ഷണം നടത്തുന്നുണ്ട്. ഏതായാലും വയനാട്ടിലെ തിരുനെല്ലി അതുപോലെ തന്നെ പുൽപ്പള്ളി മാനന്തവാടി മേഖലയിലെ വനപ്രദേശങ്ങളോട് ചേർന്നുള്ള പോലീസ് സ്റ്റേഷനുകൾക്കുള്ള നേരത്തെ തന്നെ മാവോയിസ്റ്റ് ഭീഷണി ഉള്ളതാണ്. അതുകൊണ്ട് ഇത്തരം മേഖലകളിലെല്ലാം കൂടുതൽ നിരീക്ഷണവും സുരക്ഷയുമാണ് ഇപ്പോൾ പോലീസ് ഏർപ്പെടുത്തുന്നത്. വൈത്തിരി വെടിവെപ്പിന് തിരിച്ചടി നൽകുമെന്ന് മാവോയിസ്റ്റുകൾ നേരത്തെ മുഖ്യമലയിൽ എത്തിയപ്പോൾ അവരുടെ പോസ്റ്റുകളെല്ലാം പതിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് ഒരു നീക്കം അത് മാവോയിസ്റ്റ് ഭാഗത്ത് ഉണ്ടാവാമെന്നുള്ളൊരു സൂചനയുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു തീരുമാനം ജില്ലാ പോലീസ് മേധാവിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഏതായാലും ഇത്തരം മേഖല ഈ നേതൃത്വത്തിലുള്ള ഒരു ഏകോപനം അല്ലെങ്കിൽ കാര്യങ്ങൾ വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള വയനാട്ടിൽ നിന്ന് അനൂപാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിൽ മാവോയിസ്റ്റ് സാന്നിധ്യം സ്ഥിരീകരിച്ച പ്രദേശങ്ങളിൽ തെരച്ചിൽ തണ്ടർബോൾട്ട് ഊർജിതമാക്കി. വിവരങ്ങളാണ് അനൂപ് നൽകിയത്. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ അവസാനവട്ട പ്രചരണത്തിലേക്ക് കടന്ന രാഷ്ട്രീയ പാർട്ടികൾ. വ്യാഴാഴ്ചയാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ്. പരസ്യപ്രചാരണത്തിന് ഇനി ബാക്കിയുള്ളത് 2 നാളുകൾ മാത്രം. 12 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലുമായി 97 സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പാണ് 18-ന് നടക്കുക. കനിമൊഴി, ദയാനിധിമാരൻ, പ്രകാശ് രാജ്, ഹേമമാലിനി, സു വെങ്കടേശൻ ഉൾപ്പെടെ നിരവധി പ്രമുഖരാണ് രണ്ടാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. തമിഴ്നാട്ടിലെ 39 ലോക്സഭാ മണ്ഡലങ്ങളും കർണാടകയിൽ 28 മണ്ഡലങ്ങളിൽ 14 മണ്ഡലങ്ങളും ഉൾപ്പെടെ 97 മണ്ഡലങ്ങളിലാണ് വ്യാഴാഴ്ച വോട്ടെടുപ്പ് നടക്കുക. ഇതിനു പുറമെ ഉത്തർപ്രദേശിലെ 8 മണ്ഡലങ്ങളും മഹാരാഷ്ട്രയിലെ 10 മണ്ഡലങ്ങളും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കും. പരസ്യപ്രചാരണം അവസാനിക്കാൻ 2 ദിവസം ബാക്കി നിൽക്കെ BJPയും പ്രതിപക്ഷ പാർട്ടികളും പ്രചാരണം ശക്തമാക്കി. തമിഴ്നാട്ടിൽ 30 മുതൽ 33 സീറ്റ് വരെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് DMK. അതേസമയം 2014-ൽ 37 സീറ്റുകളും ലഭിച്ച AIDMKയ്ക്ക് കനത്ത തിരിച്ചടി ലഭിക്കുമെന്നാണ് വിലയിരുത്തലുകൾ. ജയലളിതയും കരുണാനിധിയും ഇല്ലാത്ത തെരഞ്ഞെടുപ്പെന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. DMKയ്ക്ക് വേണ്ടി കനിമൊഴി ഉൾപ്പെടെയുള്ള പ്രമുഖർ ജനവിധി തേടുന്നു. കനിമൊഴി തൂത്തുക്കുടിയിൽ നിന്നും, ദയാനിധിമാരൻ, A. രാജ എന്നിവർ ചെന്നൈ സെൻട്രൽ, നീലഗിരി എന്നിവിടങ്ങളിൽ നിന്നുമാണ് ജനവിധി തേടുക. CPIM സ്ഥാനാർത്ഥിയായ സു വെങ്കടേശൻ മധുരയിൽ നിന്നും ജനവിധി തേടും. CPIMന് ഏറെ വിജയപ്രതീക്ഷയുള്ള സ്ഥാനാർത്ഥിയാണ് സു വെങ്കടേശൻ. അതേസമയം കർണാടക ശക്തമായ പോരാട്ടത്തിനാകും സാക്ഷിയാകുക. കോൺഗ്രസ് JDS സഖ്യം BJPക്ക് ഉയർത്തുന്നത് കനത്ത വെല്ലുവിളിയാണ്. BJPക്ക് വേണ്ടി നളിൻ കുമാർ കട്ടീൽ, ദേവഗൌഡ എന്നിവർ ജനവിധി തേടുന്നുണ്ട്. മാണ്ഡ്യയിൽ നിന്ന് സുമലത BJP സ്വതന്ത്രയായാണ് മത്സരിക്കുക. സുമലതയ്ക്കെതിരെ മത്സരിക്കുന്നത് മുഖ്യമന്ത്രി കുമാരസ്വാമിയുടെ മകനാണ്. ഇതോടെ മാണ്ഡ്യയിലെ പോരാട്ടവും ശക്തമായി കഴിഞ്ഞു. JDSും കോൺഗ്രസും തർക്കങ്ങൾക്കൊടുവിൽ അവസാന നിമിഷമാണ് സഖ്യത്തിലായതെങ്കിലും മികച്ച വിജയം കാഴ്ചവെക്കാനാകുമെന്ന പ്രതീക്ഷയാണ് കുമാരസ്വാമിയും പങ്കുവയ്ക്കുന്നത്. അതിനിടെ കർണാടകയിൽ പ്രചാരണത്തിനെത്തിയ പ്രധാനമന്ത്രി മോദിയുടെ ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്ന പെട്ടിയുടെ ദുരൂഹതയും ചർച്ചയായിട്ടുണ്ട്. നടൻ പ്രകാശ് രാജും ജനവിധി തേടുന്ന പ്രമുഖരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. അമേഠിയിലെ കർഷക ദുരിതങ്ങൾ പരിഹരിക്കുന്നതിൽ സമ്പൂർണ്ണ പരാജയമായിരുന്നു MP രാഹുൽ ഗാന്ധി. കർഷകർക്കായി ഒരു പദ്ധതിയെങ്കിലും കൊണ്ടുവന്നതിന്റെയോ നടപ്പാക്കിയതിന്റെയോ കണക്ക് പറയാനില്ല രാഹുലിന്. കൊയ്ത്തുകാലമായിട്ടും ഭേദപ്പെട്ട താങ്ങുവില പോലും ലഭിക്കാതെ ദുരിതത്തിലാണ് അമേഠിയിലെ കർഷകർ. അമേഠിയിലെ ഗോതമ്പ് പാടങ്ങളിൽ കൊയ്ത്തുകാലത്തിന്റെ ആവേശമൊന്നുമില്ല. എത്ര കൊയ്തെടുത്താലും ദുരിതങ്ങളുടെ വരമ്പത്ത് തളയ്ക്കപ്പെട്ടിരിക്കുന്നു ഈ കർഷകർ. കൊയ്ത്തുകാലം തുടങ്ങിയതോടെ
20 രൂപയുണ്ടായിരുന്ന ഗോതമ്പിന്റെ വിലയിടിഞ്ഞ് 15 രൂപയെത്തി. ഇനിയും വില താഴാനാണ് സാധ്യത. എന്നാൽ താങ്ങുവില ഉറപ്പാക്കാൻ ഒരു ചെറുവിരലനക്കം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. ഒരു ചോദ്യം പോലും സഭയിൽ രാഹുൽ 5 വർഷത്തിനിടയിൽ കർഷകർക്ക് വേണ്ടി ഉരിയാടിയില്ല. 5 വർഷത്തിനിടെ 18ഓളം രീതിയിൽ MP ഫണ്ട് വിനിയോഗിച്ചുവെന്ന് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് പറയുന്നു. എന്നാൽ ഇതിൽ ഒരിടത്ത് പോലും കർഷകർക്ക് ഗുണം ലഭിക്കുന്ന എന്തെങ്കിലും ചെയ്തതിന്റെ തെളിവുകളില്ല. गेहूं का दाम तो अभी तो 1500 रुपया लेते हैं क्विंटल में, किलो 1500 रुपया क्विंटल. 2000 മുതൽ 2014 വരെ രാഹുൽ ചെയ്തതെന്ന് പറഞ്ഞ് കോൺഗ്രസ് പരസ്യപ്പെടുത്തിയ വൻ നേട്ടങ്ങളുടെ പട്ടികയാണിത്. ഇതിൽ ഒരിടത്തും കർഷകന് വേണ്ടി എന്തെങ്കിലും ചെയ്തതായി കാണാനാകില്ല. ഇന്നും പരമ്പരാഗത കൃഷിരീതി അവലംബിക്കുന്ന ഇവിടെ ഒരു കൃഷി വിജ്ഞാന കേന്ദ്രം പോലുമില്ല. ഇതിനായി ആരും ഇടപെട്ടതുമില്ല. സബ്സിഡി ഇല്ലാതെയാണ് കർഷകർക്ക് വളം ലഭിക്കുന്നത്. नहीं, ये सब कुछ नहीं, मतलब लावा जाते हाथ से लेके, हाथ से पैसा देना पड़ता है. കാർഷിക വിഷയങ്ങൾ പരിഹരിക്കുന്നതിൽ രാഹുൽ പൂർണ്ണ പരാജയമാണെന്ന ക്യാമ്പയിൻ BJP ശക്തമാക്കുന്നതും രാഹുലിന് കൃത്യമായ ഉത്തരം നൽകാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ. ക്യാമറാമാൻ അബ്ദുൽ സിയസിനൊപ്പം ശരത് കെ ശശി. ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നതിലൂടെ കോർപ്പറേറ്റുകളുടെ താൽപര്യം സംരക്ഷിക്കുമെന്ന സന്ദേശമാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും നൽകുന്നതെന്ന് ഓൾ ഇന്ത്യ കിസാൻ സഭ ദേശീയ പ്രസിഡന്റ് അശോക് ധാവ്ലെ. കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെ പാർലമെന്റിലും പുറത്തും ശക്തമായ പോരാട്ടമാണ് ഇടതുപക്ഷം നടത്തുന്നത്. അത് ശക്തിപ്പെടുകയാണെന്നും അദ്ദേഹം വയനാട്ടിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2004-ൽ UPA സർക്കാർ അധികാരത്തിലേറിയപ്പോൾ ഇടതുപക്ഷം നൽകിയ പിന്തുണ കോർപ്പറേറ്റുകൾക്ക് തിരിച്ചടിയായി. അന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കവുമായി UPAക്ക് മുന്നോട്ടു പോകാൻ കഴിയാതിരുന്നത് ഇടത് സമ്മർദ്ദം കൊണ്ടായിരുന്നു. കൂടാതെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുവാനും വനാവകാശ സംരക്ഷണ നിയമം കൊണ്ടുവരാനും കഴിഞ്ഞു. ഇതൊന്നും കോർപ്പറേറ്റുകൾക്ക് ഗുണകരമായിരുന്നില്ല. ഈ നയങ്ങൾ സ്വീകരിച്ച ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കാനാണ് രാഹുൽ ഗാന്ധി വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. That is the Congress message which they want to give to the whole corporate India. We are also fighting the left and we want to marginalize the left in India. That is the clear message this one single act of the Congress president has conveyed. And I am sure that the people of Kerala will understand this message and will elect LDF candidates with huge majorities in every single one of the 20 Lok Sabha seats. കോൺഗ്രസിന്റെയും BJPയുടെയും പ്രകടന പത്രികകളിൽ സ്വാമിനാഥൻ കമ്മീഷൻ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഓരോ വിളയ്ക്കും 50% അധികരിച്ച മിനിമം താങ്ങുവില നൽകാനുള്ള നടപടിയും കോൺഗ്രസും BJPയും മുന്നോട്ട് വെക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഓൾ ഇന്ത്യ കിസാൻ സഭ ജോയിന്റ് സെക്രട്ടറി വിജു കൃഷ്ണൻ, ഫിനാൻസ് സെക്രട്ടറി P. കൃഷ്ണപ്രസാദ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വയനാട്. വയനാട്ടിൽ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ബ്രഹ്മഗിരി മാംസ സംസ്കരണ ഫാക്ടറി അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ നേതാക്കളായ അശോക് ദാവ്ലെയും വിജു കൃഷ്ണനും സന്ദർശിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജില്ലയിലെത്തിയതായിരുന്നു ഇരുവരും. വയനാട് ബത്തേരി മലവയലിൽ പ്രവർത്തിക്കുന്ന ബ്രഹ്മഗിരി മാംസ സംസ്കരണ ഫാക്ടറിയിലാണ് ചെയർമാൻ P. കൃഷ്ണപ്രസാദിനൊപ്പം ദേശീയ നേതാക്കൾ എത്തിയത്. ബ്രഹ്മഗിരി പോലുള്ള കർഷക സംരംഭങ്ങളാണ് കുത്തകകൾക്കെതിരെ ബദലായി രാജ്യത്ത് ഉയർന്നു വരേണ്ടതെന്ന് അശോക് ദാവ്ലെ പറഞ്ഞു. ബ്രഹ്മഗിരി രാജ്യത്തിനാകെ മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു. I think that there should be a big wide replication of this in not only all over Kerala but all over the country, because that is the actual cooperatives is the way in which everybody comes together, each one gets the benefit also, and also the people get the benefit of this. So I think this is a very important experiment. Here it is being run, of course, very excellently with the total cooperation of everybody, and that kind of a democratic cooperative is really the need of the hour as a counter to this whole neoliberal policies which the government is following. And I think this can be a very good solution in the long run for production, distribution, etc. and for many other things. ഫാക്ടറിയുടെ പ്രവർത്തനങ്ങളും ഉൽപ്പന്നങ്ങളുമെല്ലാം നേരിൽ കണ്ടും നടപ്പാക്കാൻ പോകുന്ന പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിയും പിന്തുണ പ്രഖ്യാപിച്ചുമാണ് ദേശീയ നേതാക്കൾ മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, വയനാട്.